ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, എന്നാലും നിങ്ങളെ സ്പെഷ്യൽ എന്ന് വിളിച്ചാൽ എനിക്കൊരു സന്തോഷം, നിങ്ങൾക്കൊരു സമാധാനം. സ്നേഹമുള്ള വൈദികർ, സമർപ്പിതർ, ആ ഗണത്തിൽപ്പെട്ട ഫോർമേഷനിലുള്ളവർ, കുഞ്ഞുങ്ങളെ, യുവജനങ്ങൾ, കുടുംബാംഗങ്ങൾ, പ്രായമുള്ള അപ്പന്മാർ, അമ്മമാർ, കേട്ടോ, കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ. പ്രൈസലോ. നമ്മുടെ സഹോദരൻ, എനിക്ക് ഒരു കാര്യം ഇങ്ങനെ തോന്നിയേ, നിങ്ങളെ ധാരാളം ഈ ടോക്കുകൾ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഈ വാട്സപ്പിൽ കിട്ടുന്ന നിങ്ങളുടെ ടോക്ക് കാണുന്ന മാത്രമേ ഉള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ നിങ്ങൾ ടോക്ക് കാണും. വേറെ ആർക്കും അയച്ചു കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ ടോക്ക് ഇന്ന വരെ കേൾക്കാത്തൊരു 10 വേണ്ട, ഒരു 100 അയക്കോ, 100 വേണ്ട, ഒരു 1000 ആയിക്കോട്ടെ, സംഘടിപ്പിച്ച് അങ്ങനത്തെ ഒരു ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി 10,000 പേർക്ക്, 200 പേർക്ക്, 300 പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ടാവും. അതുപോരാ, ഇതുവരെ ടോക്ക് കടന്നില്ലാത്ത ഒരു പുതിയൊരു 10 പേരെ കണ്ടുപിടിക്കും. അങ്ങനെ ചെയ്യാവോ? നമ്മൾ വർക്ക് ചെയ്യാമെന്നേ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അതായത് ചിലപ്പോൾ നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടരുത്. അത് ബൈബിൾ അങ്ങനെ വചനമുണ്ട്, ഉള്ളത് കൊണ്ട് തൃപ്തി. അത് വേറെ അർത്ഥത്തിലാണ്. നമ്മൾ വെച്ചാൽ പുതിയ ആൾക്കാർ സുവിശേഷ വേല എന്ന് പറഞ്ഞു എപ്പോഴും ഇങ്ങനെ പുതിയ സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് മേച്ച് അങ്ങനെ പോകണം. നമ്മൾ അങ്ങനെ വർക്ക് ചെയ്താലോ? ഞാൻ പ്രാർത്ഥിക്കാം, വർക്ക് ചെയ്തോ. ഹല്ലേലൂയ. എന്നിട്ട് നമുക്ക് മരിച്ച് സ്വർഗ്ഗത്തിൽ ചെയ്യുമ്പോൾ അവരെ എല്ലാം കൂട്ടിക്കൊണ്ട് പോകണ്ടേ? എനിക്ക് നിങ്ങളെല്ലാം കൂട്ടിക്കൊണ്ട് പോകണം. ഹല്ലേലൂയ. സന്തോഷം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ദോഹ ധ്യാനമാണല്ലോ 18 മുതൽ മുന്നോട്ടേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്ന് വ്യാഴാഴ്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണല്ലോ. പ്രത്യേകിച്ച് സെമിനാരി വിദ്യാർത്ഥികളുടെ ഫോർമേഷൻ, പിന്നെ അവരുടെ ഫിനാൻസ് ഇതിൻ്റെയൊക്കെ റൺ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ശുശ്രൂഷകൾ, ധ്യാനങ്ങൾ, അല്ലേ, സെൻറ്ററിൻ്റെ കാര്യങ്ങൾ, അട്ടപ്പാടി, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് നല്ല വിശ്വാസമാണ്. ഒരു നന്മ ചൊല്ലി കാഴ്ച വയ്ക്കാവോ? നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയും ചില മനുഷ്യരുണ്ട് എന്നാണ്. 1 സാമുവേൽ 23:17 ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 23:17. അതിന് ഇതിങ്ങനെയാണ്: എൻ്റെ പിതാവ് സാവൂളിന് നിന്നെ പിടികിട്ടുകയില്ല. നീ ഇസ്രായേലിൻ്റെ രാജാവാകും, ഞാൻ നിനക്ക് രണ്ടാമനുമാകും. എൻ്റെ പിതാവിനും ഇതറിയാം. ഹല്ലേലൂയ. എൻ്റെ സഹോദരൻ, ബൈബിളിൽ ഒരു സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ട ബെസ്റ്റ് ഒരു കഥാപാത്രമാണ് ജോനാഥൻ. സാവൂളിൻ്റെ മകനാണ് ജോനാഥൻ. നിങ്ങൾ മനസ്സിലാക്കണം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാവൂളിന് ശേഷം ആരാ രാജാവാകേണ്ടത്? ജോനാഥൻ. കുട്ടികളെ കേട്ടോ, ജോനാഥൻ രാജാവാകേണ്ടത്. അപ്പോൾ സാവൂളിനൊക്കെ അറിയാം, സാവൂളിന് അങ്ങനെ ചില കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. പക്ഷേ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ആരെന്നറിയോ? ദാവീദിനെയാണ്. അങ്ങനെ ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നുള്ളത് ഈ പിതാവ് സാവൂളിനും അറിയാം, മകൻ ജോനാഥിനും അറിയാം. പക്ഷേ സാവൂൾ അത് മൈൻഡ് ചെയ്യുന്നില്ല. സാവൂൾ എങ്ങനെയെങ്കിലും ദാവീദിനെ തീർക്കണം, അതിനുവേണ്ടി കൊല്ലാൻ ഇങ്ങനെ അതുപോലെ ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ ദാവീദ് ഒളിച്ച് താമസിക്കുകയൊക്കെ ചെയ്യുന്ന രക്ഷമാണ്. ആ സമയത്ത് ജോനാഥൻ കൊട്ടാരത്തിൽ നിന്ന് പതുങ്ങി നമ്മുടെ ഈ സാവൂളിൻ്റെ അടുത്ത് എത്തുകയാണ്. നമ്മുടെ ദാവീദിൻ്റെ അടുത്തെത്തുക. അങ്ങനെ ദാവീദിൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്കും സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ദാവീദിനോട് പറയുകയാണ്, എൻ്റെ പിതാവ് സാവൂളിന് നിന്നെ പിടികിട്ടിയല്ല. കേൾക്കാറേ, നീ ഇസ്രായേലിൻ്റെ രാജാവ്, ഞാൻ നിനക്ക് രണ്ടാമനുമാവും. എൻ്റെ പിതാവിന് ഇതറിയാം. അതായത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ എങ്ങനെ പറയാൻ പറ്റുമെന്ന് ചിന്തിച്ച് നോക്കിയാൽ, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ദാവീദിനെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ ജോനാഥിന് എന്തുമാത്രം പണിയെടുക്കുന്നത്. ഇവൻ മരിച്ചു കഴിഞ്ഞാൽ ജോനാഥിന് സ്കോപ്പല്ലേ മാനുഷികമായ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ? എന്നോല്ലേ നോക്ക്. ഇനി ആ സമയത്ത് നോക്കിയേ, നീ ഇസ്രായേലിൻ്റെ രാജാവാകുന്നത് ദൈവഹിതമാണ്, ഞാൻ നിനക്ക് രണ്ടാമൻ. ഈ രണ്ടാമനാകുമെന്ന് പറയുന്ന സ്ഥിതി, നമ്മളാണെങ്കിൽ ഒന്നാമനാകാൻ വേണ്ടിയിട്ടല്ലേ? എല്ലായിടത്തും അതങ്ങനെയാണല്ലോ, അല്ലേ? അത് കിട്ടിയില്ല, ഈ പരാതി പറച്ചില്ല, സങ്കടം പറച്ചില്ല, അല്ലേ? ഇങ്ങനെ ചോദിക്കുക, അല്ലെങ്കിൽ അവനെ എങ്ങനെ ഉന്തി തള്ളിയിട്ട് കയറുക. രാഷ്ട്രീയത്തിൽ മാത്രമൊന്നുമല്ല, എല്ലായിടത്തും നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. അവിടെ ജോനാഥനൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുക. എന്നിട്ട് പറയുക, എൻ്റെ അപ്പൻ സാവൂളിന് ഇതറിയാം. ഇതാണ് ദൈവഹിതം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ദൈവഹിതമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ നമുക്കതിനകത്തൊരു സന്തോഷിക്കാനുള്ള മനസ്സ് വരണം. അതിന് ഈ കുശുമ്പും കുന്നായ്മ, വിഷമോ, സങ്കടം, കുറ്റം പറച്ചിലുമായിട്ട് ജീവിതം മുഴുവൻ ഇങ്ങനെ ദ്രവിച്ച് തീർന്നോണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നല്ല ഹാപ്പി ആയിട്ടിരുന്നു എൻ്റെ സഹോദരങ്ങളെ, അല്ലേ? അതുകൊണ്ട് ഈ വചനമൊക്കെ ദൈവം ഇങ്ങനെ നമുക്ക് തരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനായി തീരാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അങ്ങനെയൊക്കെ ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ സന്തോഷത്തോടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. എൻ്റെ കർത്താവേ, ഈ വചനം കേൾക്കുമ്പോൾ ഇതിനെതിരെ ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യമുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് ഈ വചനത്തിൻ്റെ ശക്തി ഒരു വിടുതലുണ്ടാക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കും. ഓ കർത്താവായ ദൈവമേ,
ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് ആശീർവദിക്കും. കർത്താവായ ദൈവമേ, ഇവരുടെ വാഹനങ്ങൾ, ബിസിനസ്, സ്ഥാപനങ്ങൾ, ജോലികൾ, സമസ്ത മേഖലയിലും ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകും. ഓരോ ദിവസവും അതാത് ദിവസത്തിൻ്റെ കൃപ വേണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഈ ആശീർവാദം അങ്ങ് നൽകുന്നത്. കർത്താവെ, രോഗികളൊക്കെ പ്രത്യേകം ആശീർവദിക്കുക. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും നന്നായി വരട്ടെ. ഇന്ന് രാത്രി നമുക്ക് അനുഗ്രഹത്തിൻ്റെ രാത്രിയായി മാറട്ടെ. കർത്താവെ, നഴ്സിംഗ്, മറ്റ് പരീക്ഷകൾ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. ബുദ്ധി തെളിയട്ടെ, ഓർമ്മശക്തി തെളിയട്ടെ, ജ്ഞാനം നിറയട്ടെ, ഭയം വിട്ടുപോട്ടെ. ഓ കർത്താവായ ദൈവമേ, വലിയ കൃപ നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.